അതേസമയം റാഗിംഗ് തടയാൻ ശക്തമായ നിയമനിർമ്മാണം ഉറപ്പാക്കുമെന്നും കുട്ടികളെ നിരീക്ഷിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. റാഗിങ്ങിനെതിരായി നിലവിൽ നിയമമുണ്ട്. ആ നിയമം ഒന്നുകൂടി ശക്തിപ്പെടുത്താനുള്ള ഇപ്പോൾ നമ്മളൊരു ആക്ടിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. റാഗിങ്ങിനെതിരായി നിലവിൽ നിയമമുണ്ട്. ശരി, വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന്റെ പ്രതികരണമാണ് കണ്ടത്. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മന്ത്രിയുടെ പ്രതികരണം തേടിക്കാനും. സുനിഷ, എന്താണ് വിദ്യാഭ്യാസ വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ? സത്യത്തിൽ വീട്ടിലുള്ളതിനേക്കാൾ സമയം സ്കൂളിലാണല്ലോ കുട്ടികൾ. അവിടെയാണ് ഇത്തരത്തിൽ തുടർച്ചയായ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നതും. ഈ +1 പഠിക്കുന്ന കുട്ടിയൊക്കെ +2 വിദ്യാർത്ഥികൾ ക്രൂരമായി റാഗിംഗ് ചെയ്യുന്ന നിലയിലേക്കൊക്കെ എത്തുമ്പോൾ വിദ്യാർത്ഥികളെ സ്കൂളിൽ വിടാൻ പോലും പേടിയാകുന്നു എന്നതാണ് ചില രക്ഷിതാക്കളൊക്കെ നമ്മളോട് പറയുന്നത്. മിലിത, സ്കൂളുകളിൽ ഇങ്ങനെ റാഗിങ്ങും ആക്രമണവും ഒക്കെ പതിവാകുന്ന ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ ഇവർ മൂവരും ഇതിൽ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് കർശനമായി തന്നെ ഇതിലൊരു നിരീക്ഷണം ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ കുട്ടികളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് അതിലേറെ പ്രധാനപ്പെട്ടത്. ഈ റാഗിംഗ് ചെയ്യുന്നതിന്റെ നിയമവശങ്ങൾ, അതിന്റെ ശിക്ഷ തുടങ്ങി എല്ലാ വിശദാംശങ്ങളും കുട്ടികളെ അറിയിക്കുക, അത് ബോധവൽക്കരണത്തിലൂടെ തന്നെ അറിയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, കുട്ടികളെ കൗൺസിലിംഗ് ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായും കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ സ്കൂളുകളിൽ ചില കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് ഇടവേളകളിൽ തന്നെ ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് കുട്ടികൾക്ക് ഉറപ്പാക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ അധ്യാപകർ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കുട്ടികളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ രക്ഷിതാക്കളൊക്കെ മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാര്യം, ഈ കോറിഡോറുകളിലായാലും കളിസ്ഥലങ്ങളിലായാലും കുട്ടികൾ ഇത്തരത്തിൽ റാഗിംഗ് നടത്തുന്നത് അത് കണ്ടെത്താൻ CCTV ക്യാമറകൾ പോലുള്ളവ കൊണ്ടുവരേണ്ടതുണ്ട് സ്കൂളുകളിൽ നിന്നുള്ള ആവശ്യം നേരത്തെ ശക്തമായി ഉയർന്നിരുന്നു. ഏതായാലും അതും പരിശോധിക്കുമെന്നുള്ളത് മന്ത്രി അറിയിക്കുന്നുണ്ട്. നിയമനിർമ്മാണം ശക്തിപ്പെടുത്തുമെന്നുള്ളൊരു കാര്യം കൂടിയാണ് മന്ത്രി ആവർത്തിച്ചു പറയുന്നത്. സ്ഥിരമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ ശക്തമായൊരു നിയമനിർമ്മാണം തന്നെ ഈ വിഷയത്തിൽ കൊണ്ടുവരുമെന്നത് കൂടി മന്ത്രി ആവർത്തിച്ചു പറയുന്നു എന്നുള്ളതാണ്. ഏതായാലും വിവിധ തരത്തിൽ ഈ അധ്യാപകർ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അതേസമയം തന്നെ രക്ഷിതാക്കൾ, ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം കുട്ടികളിലെ മാറ്റങ്ങൾ അത് വീടുകളിൽ നിന്നും രക്ഷിതാക്കൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊരു കാര്യം കൂടി പറയുന്നു. ഏതായാലും വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ കുട്ടികളിലൊരു നിരീക്ഷണം അത് ഉറപ്പാക്കണമെന്നുള്ളതാണ്. എല്ലാ സ്കൂളുകളിലും അത് വേണമെന്നുള്ളതാണ്. കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ബോധവൽക്കരണം നൽകുക എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലൊരു പരാതി പെട്ടികളെങ്കിലും സ്കൂളുകളിൽ സ്ഥാപിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ അതൊക്കെ തന്നെയും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ സമയം സ്കൂളുകളിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലവഴിക്കുന്നത്. അവരെ ചേർത്ത് പിടിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ കുട്ടികളാണ്, അവരെ നേർവഴിക്ക് നയിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ പറഞ്ഞതുപോലെ ഈ കുട്ടിയുടെ തലയിൽ, +1 വിദ്യാർത്ഥിയുടെ തലയിൽ കല്ലുകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. നേരത്തെ മുബഷീർ റിപ്പോർട്ട് ചെയ്തതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഒരു സ്വാധീനം, റീലുകൾക്ക് വേണ്ടി കുട്ടികൾ ഈ രീതിയിൽ ആക്രമണമൊക്കെ അഴിച്ചുവിടുന്നത്, തല്ലുണ്ടാക്കുന്നതൊക്കെ വലിയ ചർച്ചയാകുന്നു.